പ്രിയമുള്ളവരെ, വചനജ്വാല 1587 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 4 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 43 അധ്യായം 14 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു. അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. നന്ദി കെട്ട ജനം, എന്നിട്ടും യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. ഇസ്രായേലേ, നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു. നിങ്ങൾ ആടുകളെ ദഹനബലിക്കായി എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബലികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ധൂപാർച്ചനയ്ക്ക് വേണ്ടി ബന്ധപ്പെടുത്തുകയോ ചെയ്തില്ല. നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല. ബലിമൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദിപിതാവ് പാപം ചെയ്തു. നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണനാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ എലിസബത്ത് ആൻസറ്റേണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് 2 വർഷം മുമ്പ് 1774 ആഗസ്റ്റ് 28 ഒരു എപ്പിസ്കോപ്പേലിയൻ കുടുംബത്തിൽ ജനനം. കുട്ടിക്കാലത്ത് തന്നെ പ്രാർത്ഥനയിലും
വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആത്മശോധനയിലും വളർന്നു. പിതാവ് സേവനവും പരസ്നേഹവും മകളെ പരിശീലിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ മാതാവും സഹോദരിയും മരിച്ചു. 19-ാം വയസ്സിൽ ഈ ന്യൂയോർക്ക് സുന്ദരി വില്യം മാജി സേറ്റേണിനെ വിവാഹം ചെയ്തു. അവൾക്ക് 5 മക്കളുണ്ടായി. എലിസബത്തിന്റെ 30-ാം വയസ്സിൽ ക്ഷയരോഗം മൂലം ഭർത്താവ് മരിക്കുകയും സമ്പത്ത് നശിച്ചു പോകുകയും ചെയ്തു. ഭർത്താവുമൊത്ത് ഇറ്റലിയിൽ താമസമാക്കിയപ്പോൾ മുതൽ കത്തോലിക്കരെ പോലെ മാതാവിനോട് ഭക്തി ആരംഭിച്ചു. ഭർത്താവിന്റെ മരണശേഷം എലിസബത്ത് കത്തോലിക്ക സഭയിൽ ചേർന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ ബോസ്റ്റണിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് ഉപവി സന്യാസിനിമാരായി. സുഖക്കേടുകളും തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. 2 കുട്ടികൾ മരിച്ചു. ഒരു മകൻ കൊള്ളരുതാത്തവനായി. 1821 ജനുവരി 4-ാം തീയതി എലിസബത്ത് ഈ ലോകത്തു നിന്നും യാത്രയായി. ഇവർ എഴുതിയിട്ടുള്ള 1000-ഓളം കത്തുകൾ തന്നെ ധീരവിശുദ്ധിയിലേക്ക് ഉയരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 6-ാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ എലിസബത്ത് ആൻസറ്റേണിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.